മാസജാതകം മേടം ജൂലൈ 2025 പൊതുവായത് ജൂലൈ രാശിഫലം 2025 മേടം രാശിക്കാർക്ക് ശരാശരിയേക്കാൾ മികച്ച ഒരു മാസത്തെ സൂചിപ്പിക്കുന്നു. മാസത്തിന്റെ ആദ്യ പകുതിയിൽ സൂര്യന്റെ അനുകൂല സംക്രമണം രണ്ടാം പകുതിയിലെ ദുർബലമായ ഫലങ്ങളിൽ നിന്ന് വിപരീതമാണ്. ചൊവ്വയുടെ സംക്രമണം പ്രതികൂലമാണ്. ഇത് മേടം രാശിക്കാർക്ക് ദുർബലമായ ഫലങ്ങളിലേക്ക് നയിക്കുന്നു. ജൂലൈ 18 മുതൽ ബുധന്റെ പിന്തിരിപ്പൻ പ്രഭാവം അതിന്റെ പോസിറ്റീവ് ഫലങ്ങൾ കുറയ്ക്കുന്നു, പക്ഷേ തുടക്കത്തിൽ ഇത് നാലാം ഭാവത്തിൽ അനുകൂല ഫലങ്ങൾ നൽകുന്നു. ജൂലൈ 26 വരെ രണ്ടാം ഭാവത്തിൽ ശുക്രന്റെ സംക്രമണം നല്ല ഫലങ്ങൾ നൽകുന്നു. അത് മൂന്നാം ഭാവത്തിലേക്ക് നീങ്ങിയ ശേഷം ഫലങ്ങൾ കൂടുതൽ മെച്ചപ്പെടുന്നു. 12ാം ഭാവത്തിൽ ശനിയുടെ സ്ഥാനം വെല്ലുവിളി നിറഞ്ഞതാണ്, പക്ഷേ ജൂലൈ 13 മുതൽ അതിന്റെ പിന്തിരിപ്പൻ ചില മെച്ചപ്പെടുത്തലുകൾ വരുത്തിയേക്കാം. ലാഭഭവനത്തിലേക്കുള്ള രാഹുവിന്റെ സഞ്ചാരം മേടം രാശിക്കാർക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നു. 5ാം ഭാവത്തിൽ കേതുവിന്റെ സ്വാധീനം വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം, പ്രത്യേകിച്ച് മാസത്തിന്റെ മധ്യത്തിൽ. തൊഴിൽപരമായി മേടം രാശിക്കാർക്ക് തടസ്സങ്ങൾ നേരിടുമെങ്കിലും ജൂലൈ 13 ശേഷം പുതിയ അവസരങ്ങൾ ഉയർന്നുവരും. 4ാം ഭാവത്തിൽ ബുധന്റെ സ്ഥാനത്തിൽ നിന്ന് ബിസിനസ്സുകാർക്ക് പ്രയോജനം ലഭിക്കുമെങ്കിലും ബുധന്റെ പിന്തിരിപ്പൻ സമയത്ത് ജാഗ്രത പാലിക്കണം. വിദ്യാഭ്യാസത്തിൽ മേടം രാശിക്കാർ ടെലികമ്മ്യൂണിക്കേഷൻ, സോഫ്റ്റ്വെയർ തുടങ്ങിയ മേഖലകളിൽ വിജയിക്കുമെങ്കിലും സഹപാഠികളുമായുള്ള സംഘർഷങ്ങൾ കാരണം ശ്രദ്ധ വ്യതിചലിക്കാം. നല്ല പൊരുത്തവും സാമ്പത്തിക പിന്തുണയുമുള്ള കുടുംബജീവിതം അനുകൂലമാണ്, പക്ഷേ ജൂലൈ 16 ശേഷം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പ്രണയത്തിൽ മാസത്തിന്റെ ആദ്യ പകുതി പോസിറ്റീവ് ആണ്, പക്ഷേ ചൊവ്വയുടെയും കേതുവിന്റെയും സ്വാധീനം പിന്നീട് തർക്കങ്ങൾക്ക് കാരണമായേക്കാം. ദാമ്പത്യ ജീവിതത്തിൽ മെച്ചപ്പെട്ട ആശയവിനിമയവും സ്നേഹവും കാണുന്നു. സാമ്പത്തികമായി ശുക്രൻ സമ്പാദ്യത്തെ പിന്തുണയ്ക്കുന്നു, പക്ഷേ ശനിയുടെ സ്ഥാനം വെല്ലുവിളിയായി തുടരുന്നു. രാഹു ലാഭം കൊണ്ടുവരുന്നു, അതേസമയം സമ്പത്തിൽ വ്യാഴത്തിന്റെ സ്വാധീനം നിഷ്പക്ഷമാണ്. ആരോഗ്യപരമായി മേടം രാശിക്കാർക്ക് ഭക്ഷണക്രമം, കാലാവസ്ഥ, നിലവിലുള്ള ആരോഗ്യ അവസ്ഥകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങൾ നേരിടേണ്ടിവരാം. മേടം രാശിയുടെ അധിപൻ ചൊവ്വയാണ്.